കാത്തിരുന്ന ക്രിസ്മസ് എക്സാം പടിവാതിൽക്കലെത്തി. ഇനിയും നമുക്ക് അധിക സമയമൊന്നുമില്ല. ക്രിസ്മസ് എക്സാമിന് ഇങ്ങനെ സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാകും. എക്സാം ആകുമ്പോൾ ഏതൊരു കുട്ടിക്കും ടെൻഷൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ ആ ടെൻഷനൊക്കെ നമുക്ക് മറികടക്കാം. നിങ്ങൾ ഇനി മുതൽ ഈ പറയുന്ന റുട്ടീൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പഠനം എവിടെ എത്തി, എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ പഠനം എവിടെ എത്തി, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ സബ്ജക്റ്റ് ഇനി എത്ര ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങളും സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എത്ര ലെങ്തി കമൻറ്റാണ് ഞാൻ വായിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പഠനം എവിടെ എത്തി. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, ലൈവിന് ശേഷമുള്ള നോട്ടുകൾ, ക്വസ്റ്റ്യൻ പോളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലൂടെയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. SSLC പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ ആദ്യം വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ ആ മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല. പലരും വിചാരിക്കുന്നത് ക്രിസ്മസ് എക്സാം അല്ല, സീരിയസ് ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ക്രിസ്മസ് എക്സാം എഴുതേണ്ടത്, ക്രിസ്മസ് എക്സാം ഇപ്പോൾ എഴുതി മാർക്ക് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ലല്ലോ, അതൊക്കെ വെറുതെ വിചാരിക്കുക കേട്ടോ. കാരണം ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിലേക്കുള്ള 80% കവർ ചെയ്ത് പോകുന്ന ഒരു എക്സാമാണ്. അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, അത്രയും ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. മൈൻഡ് സെറ്റ് ഇല്ലാതെ, ഒരു ഗോൾ ഇല്ലാതെ നിങ്ങൾ ഒരു പണിയെടുത്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ മറച്ചു നോക്കുന്നു, പിന്നെ വീണ്ടും എടുത്തു വെക്കുന്നു. അതൊന്നും ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു മൈൻഡ് സെറ്റാണ് എല്ലാം. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് എനിക്ക് ഫുൾ A+ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ എന്ത് ചെയ്യും, സെറ്റാവും. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ക്രിസ്മസ് എക്സാം ഈസി ആണെങ്കിൽ ആര് പഠിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ കിട്ടണമെങ്കിൽ ആര് പഠിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടണമെങ്കിൽ ആര് പഠിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പർ സ്റ്റഡി. നൈറ്റ് ഒരു 3 മണിക്കൂർ കേട്ടോ, രാത്രി ഒരു 3 മണിക്കൂറും, മോർണിംഗ് നമ്മൾ ഓൾറെഡി എജ്യൂപോഡിൻ്റെ വാട്സപ്പ് ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോർണിംഗ് ക്ലബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എജ്യൂപോഡിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. രാവിലെയും രാത്രിയും പഠിച്ചു തുടങ്ങിക്കോ. രാവിലെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും പഠിക്കുക, നൈറ്റ് നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്റ്റും പഠിക്കുക. ഇത് ഇതേപോലെ തന്നെ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യണേ പ്രശ്നമില്ല കേട്ടോ. എന്നാൽ രാത്രിയും രാവിലെയും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യണം. നിങ്ങളുടെ റിവിഷനൊക്കെ എന്തിലൂടെ നടക്കണം, ക്വസ്റ്റ്യൻസിലൂടെ നടക്കണം അല്ലേ. ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എജ്യൂപോഡ് ഒരു പുതിയ സ്റ്റഡി പ്ലാനുമായിട്ട് എത്തുന്നുണ്ട്. ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക്. ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി നടക്കുന്ന സ്റ്റഡി പ്ലാന് ശേഷം നമ്മൾ തരുന്ന ലൈവുകളൊക്കെ എന്തായിരിക്കും, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ലൈവുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനിലേക്ക് എത്തി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ സെറ്റ് ആകാൻ പറ്റുള്ളൂ. ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തരിക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് ഉണ്ടാവുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ലൈവിലേക്ക് എത്തിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സെറ്റ് ആകും. ഈ ലൈവിലേക്ക് എത്തിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടിയെത്തുന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഈ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എത്തുക. അത് ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ആ സ്റ്റഡി പ്ലാനിന് ശേഷം നമ്മൾ തരുന്നതെല്ലാം ക്വസ്റ്റ്യൻ ബേസ്ഡ് ലൈവാ. ആ സ്റ്റഡി പ്ലാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ആദ്യം ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്കിനുള്ള ഒരു ചിന്ത മനസ്സിൽ വേണം. രാവിലെയും രാത്രിയും പഠിക്കാൻ തയ്യാറാവണം, ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യാൻ തയ്യാറാവണം. അതിൻ്റെ കൂടെ തന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കണം. അതായത് രാവിലെ ഞാൻ ഇത്ര മണിക്ക് എണീക്കുന്നു, ഇത്ര മണിക്കൂർ രാവിലെ പഠിക്കുന്നു, രാത്രി ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കുന്നു. ഡെയിലി 7.5 hours സ്ലീപ്പ് കേട്ടോ. 7 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കണം. അതെന്തായാലും ചെയ്യണം. ഡെയിലി 7.5 hours നിങ്ങൾ ഉറങ്ങുക എന്നുള്ളത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. 7 മണിക്കൂർ ഉറങ്ങി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. രാവിലെ രാത്രി എണീറ്റ് പഠിക്കുക, ഉറക്കവും ഫുഡും ഒക്കെ നിങ്ങൾ പ്രോപ്പറാക്കി മാറ്റുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾ ആദ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എജ്യൂപോഡ് ലൈവിന് ശേഷം ഈ ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ലൈവുകളുടെ നോട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിന് ശേഷം നമ്മൾ അയച്ചു തരും. ആ നോട്ട് കിട്ടണമെങ്കിലൊക്കെ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം, ക്രിസ്മസ്
എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അതേപോലെ ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി നടക്കുന്ന ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. രണ്ടും നിങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് അതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യൻസ് വേണം ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ എന്ത് ചെയ്ത് ജോയിൻ ചെയ്തു. അവിടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, നോട്ടുകളും കാര്യങ്ങളൊക്കെ എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ എന്ത് ചെയ്യാം, പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ രാവിലെയും രാത്രിയും പഠിക്കുക. പഠിക്കുന്ന സമയത്ത് 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ 3 സെഗ്മെൻ്റ് ആക്കി മാറ്റണം കേട്ടോ. 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ 3 സെഗ്മെൻ്റ് ആക്കി മാറ്റുക. ഫസ്റ്റത്തെ 1 മണിക്കൂർ ഒരു വിഷയം, അടുത്തൊരു മണിക്കൂർ ഒരു വിഷയം, അടുത്തൊരു മണിക്കൂർ വേറെ വിഷയം. അതിനിടയിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കും എടുക്കണം. ഈ രാവിലെ 2 മണിക്കൂറാണെങ്കിൽ 1 അവറിന് 2 സെഷൻ ആക്കി മാറ്റുക. അതിനിടയിൽ എന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. കുറച്ച് ബ്രേക്ക് എടുത്ത് 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഈ രീതിയിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാനിലേക്ക് വരിക. സ്റ്റഡി പ്ലാനിലേക്ക് വന്നിട്ട് സ്റ്റഡി പ്ലാനിൽ ലൈവ് ലിങ്ക് ലൈക്ക് ചെയ്തിട്ട് നോട്ടിഫൈ ഓൺ ആക്കി വെച്ചോ. ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മറക്കണ്ട. ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. SLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.